അപ്പൊ മച്ചാമാരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാമ്പർ വണ്ടി ഉണ്ടാക്കിയിട്ട് നമ്മൾ മല കയറി വന്നേക്കാണ്. ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ, നല്ല അടിപൊളി മലകളാൽ ചുറ്റപ്പെട്ടൊരു പ്രത്യേകതരം സ്ഥലമാണ്. ഇപ്പൊ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് നിൽക്കണ്. കോട ഒന്നുണ്ടോ? അതെ, കോട അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണ സെറ്റപ്പ് ഫുള്ള് മല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ആംബിയൻസിന്റെ അറ്റ് ദ പീക്ക്. അപ്പൊ അതേ നമ്മുടെ ക്യാമ്പർ വണ്ടി അതേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെയാണ് ക്യാമ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. മച്ചാനെ, ആർ യു എക്സൈറ്റഡ്? യെസ് ബോയ്സ്, ആർ യു എക്സൈറ്റഡ്? യെസ്. അപ്പൊ ഇവിടെയാണ് നമ്മളിന്ന് പൊളിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ കാണിച്ചാലല്ല ഈ സ്ഥലത്തിന്റെ ഭംഗി കിട്ടണമെങ്കിൽ മച്ചാനെ ഒരാകാശ കാഴ്ച ആയാലോ. അപ്പൊ എന്തായാലും നമ്മുടെ ക്യാമ്പർ കൊണ്ടുവന്നിട്ടിരിക്കുന്ന സ്ഥലവും നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലവും ഇതിപ്പോ കാട്ടിത്തരാട്ടാ. അപ്പൊ മച്ചാന്മാരെ, നമ്മൾ നിൽക്കുന്ന ഏരിയ ഞാനൊന്ന് ചുറ്റി കാണിച്ചു തരട്ടെ. പോയാലോ? ടാറ്റാ, ബൈ ബൈ. അപ്പൊ മച്ചാന്മാരെ, ഇനി നമ്മളുടെ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ക്യാമ്പിംഗ് സെറ്റപ്പ് നമ്മുടെ ഇവിടെ ഓൺ ആക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മുകളില് ഇനി നമുക്ക് സംഭവം തുറക്കാനുണ്ട്. അപ്പൊ അത് കയറി തുറക്കാം. അപ്പൊ നമ്മുടെ ഐറ്റം തുറക്കാൻ പോവാണ്. കുറ്റിയിട്ടോ മോനെ, കുറ്റിയിട്ടോ. ഇവിടത്തെ ഹായ് സാധനം പോരട്ടെ. അപ്പൊ നമ്മുടെ മാറ്റ് വിരിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ടെന്റ് വെക്കാനുള്ള പ്ലാറ്റ്ഫോം ഒക്കെ മുകളിൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി അപ്പുറത്ത് ടെന്റ് സെറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ പിള്ളേര് ടെന്റ് സെറ്റ് ആക്കട്ടെ. അപ്പൊ മച്ചന്മാരെ, നമ്മൾ വന്ന സമയം എന്ന് വെച്ചാൽ നല്ല മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെന്റ് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവരും കയറി കിടക്കാനുള്ള സ്ഥലം. ഇപ്പൊ വെച്ചാൽ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമല്ലേ ഇത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിറച്ചു മലയും ഒട്ടുക്കത്തെ വ്യൂ ആണ്. അപ്പൊ ഈ ഒരു വ്യൂവിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗി. നോക്കി, അവിടെ പടപെടാന്ന് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ടെന്റ് സെറ്റായി അടിപൊളിയായി കിട്ടൂട്ടാ. കിര വേഗാവുന്ന മഴ വന്ന് അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്ക് ടെന്റ് മോളി കയറ്റണം. അപ്പൊ പിള്ളേര് പടപെടാന്ന് നമ്മുടെ ടെന്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര് ടെന്റൊടി ഒന്നുമില്ല, അതൊക്കെ കമ്പനി സാധനമാണ്. ആരുമില്ല ഒന്ന് ടെന്റി കിടക്ക. അപ്പൊ സംഭവം നമ്മുടെ ടെന്റിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇതിന്റെ മുകളിലേക്ക് കയറ്റാണ്. അപ്പൊ പോരട്ടെ ടെന്റ് പോരട്ടെ. നമ്മുടെ ടെന്റ് മുകളിൽ കയറിയിട്ടുണ്ട്. ടെന്റ് ഉമ്മറ അവിടെ. അങ്ങനെ നമ്മുടെ ടെന്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 മൂലയ്ക്ക് സ്ക്രൂ അടിച്ചു കഴിഞ്ഞാൽ ടെന്റ് സെറ്റിംഗ് കഴിഞ്ഞേ. 4 സൈഡ് അടിച്ചു അല്ലേ? അങ്ങനെ 4 സൈഡ് സ്ക്രൂവിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. ഓ, ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ മുകളിലത്തെ ടെന്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നോക്കിയ മൊത്തത്തിൽ കാണാൻ എങ്ങനെയുണ്ട്. നേരത്തെ ഞാനൊന്ന് കാണിച്ചു തന്നാണെങ്കിൽ നമ്മുടെ ടെന്റ് കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ സംഭവം എങ്ങനെയുണ്ട്, കളറായില്ലേ. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ താഴെ 3 കുരങ്ങന്മാരും മുകളിൽ 2 മനുഷ്യക്കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓ പ്രവീണേ, ഒരു വലിയ വലിച്ചേ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എങ്ങടെങ്കിലും വലിക്ക്. കറങ്ങിപ്പോട്ടെ. ഇതുവരെ കണ്ടെനിക്കും ചില തുമ്പങ്ങൾ ഞാൻ അറിഞ്ഞേ. അങ്ങനെ നമ്മളുടെ ടെന്റ് സെറ്റപ്പും എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് നമുക്ക് കഞ്ഞിയും കറിയൊക്കെ വെക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ പ്രവീണ. പിള്ളേര് ഇവിടെ കാഴ്ചയും കണ്ടൊക്കെയാണ്. അവിടെ നോക്കുകയാണെങ്കിലേ വലിയൊരു പള്ളി ഉണ്ട് കേട്ടോ. കുഞ്ഞി പള്ളിയായിട്ട് ഇവിടെ നിന്ന് കാണുള്ളൂ, പക്ഷെ നല്ല വലിയൊരു പള്ളി. വലുതാണോ അവിടെ? അത് നല്ലൊരു ആംബിയൻസ് ഉള്ള പള്ളി അവിടെ ഉണ്ട്. അപ്പൊ എവിടെ അവിടെ കോളേജും ഉണ്ടോ? അന്നത് കോളേജ്. അവര് പറയണത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക, പിന്നെ പ്രശ്നമില്ല. അപ്പൊ അവിടെ കോളേജ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കിര, നീ എന്താ ഇവിടെ പിണങ്ങിക്കണം അവരായിട്ട്? കോടയല്ലേ ഇത്? ഓ, കോട ഒഴിക്കാനുണ്ട് അവിടെ. അടിപൊളി. വേറെ മൂട് സ്ഥലം എന്ന് പറഞ്ഞാൽ മൂട് സ്ഥലം കേട്ടാ. അപ്പോൾ നമ്മളിനി
കുറേ പരിപാടികൾ സെറ്റാക്കാനുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഏതെങ്കിലുമൊക്കെ ഞം അടിക്കണ്ടേ. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പരിപാടികൾ തന്നെ നോക്കാം. ഏണി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എഡ്വിനാണ് ഇപ്പം എൻ്റെ മനുഷ്യ ഏണി. ഇത് ഇങ്ങനെ ചെയ്താൽ മതിയില്ലേ ശരിക്കും. ഏണി മരത്തുമ്പോൾ ചേരേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇറങ്ങാം. എഡ്വിൻ ചതഞ്ഞ്. അപ്പോൾ നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയാണ് നമുക്ക് ഇവിടെ ഇന്നത്തെ ഒരു ദിവസം തങ്ങിക്കൂടാനുള്ള എല്ലാ സെറ്റപ്പുകളും. വെള്ളം, ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇല്ലേ ഇവിടെ? എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി, ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് വെറൈറ്റി സ്ഥലമാണ്. അത് ഞാൻ കാട്ടിത്തരാം. ആപ്പിളൊക്കെ ഉണ്ടോ നമുക്ക്? എവിടെ? എടാ അത് അതുമ്പോൾ തന്നെ ഉള്ളൊരു വാക്സടാ. ഒന്നല്ലടാ എന്നാ വാ. ഇവിടെ വേറെ സംഭവം ഉണ്ട്. നമുക്ക് സംഭവം അറിയോ? ഇവിടെ വെള്ളം എടുക്കുന്നത് അതന്നെ. അതങ്ങൾ ഊരിയെടുത്ത് കഴിഞ്ഞാൽ പറ്റിച്ച് എടാ മടങ്ങി കിടക്കാണ്. ഇതെവിടെ മോളിന്നല്ലേ? ആ ഇങ്ങനെ പിടിച്ചേ കണ്ട, നല്ല നീരുറവ് തന്നെ ഉണ്ടാ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. മലയുടെ മുകളിൽ നിന്ന് തന്നെ വെള്ളം, തണുത്ത വെള്ളം കേട്ടാ. നോക്കിയേ, കാണുന്ന ഓസ് മൊത്തം ഇതുപോലെ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പൊ ഈ വെള്ളമാണ് നമ്മൾ പെട്ടെന്ന് അറിയണ്ടേ. ആ എക്കൂരാടാ. ആപ്പിള് നല്ല ടേസ്റ്റ് ഉണ്ട്, കഴുകിയിട്ടില്ല പക്ഷെ. ഞാണ്ടാ കഴുകാൻ മറന്നു വേടാ ആപ്പിള്. ഓ നമ്മ ടേപ്പൊക്കെ ഉണ്ടായിരുന്നു, ടേപ്പ് പോയി. അപ്പൊ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ശുദ്ധമായ ജലത്തിലാണ് നമ്മൾ ആപ്പിള് കഴുകി തിന്നുന്നത്. വേണോടാ? കേൾക്കണോ? വാ ഞാനിന്ന് പല്ലേച്ചുണ്ടായിരുന്നില്ല, കുഴപ്പമില്ല. പ്രവീണിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ആപ്പിളമായിട്ടുണ്ട്. കണ്ടാ ഈ ചുമപ്പ കണ്ടാ? പ്രവീൺ എന്നിട്ട് ലിപ്സ്റ്റിക്കാണ്. അതെ, ഇത് മലയുടെ മുകളിൽ നിന്ന് തന്നെ വെള്ളമാണ്, അല്ലാണ്ട് മോട്ടർ അടിച്ചു തന്നെയല്ല. എടാ 3ന്റെ മോട്ടർ വെക്കായിരുന്നില്ലേന്ന് ഇതിന്. മലയുടെ മുകളിൽ നിന്ന് 3ന്റെ 4ന്റെ മോട്ടർ വെച്ചു തരും. ഫ്രീ ആയിട്ട് വെള്ളം കിട്ടുന്നത് പോലെ അവന് 3ന്റെ മോട്ടർ വെച്ച് കൊടുക്കണമെന്ന്. ഇവിടെ താഴേക്കുള്ള വീടുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് ഈ ഒരു സെറ്റപ്പ് വഴിയാണ്. ഞാൻ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഒരു ചേട്ടൻ അവിടെ അർജന്റായിട്ട് വെള്ളത്തിന് ആവശ്യമായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ഇവന് ഓസ് ഊരിയിട്ടുണ്ടാവാ. ആള് മാനസികമായിട്ട് പ്രാവില്ല ആളാ. ബാക്കി 5-6 ഓസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ, ഓരോ വീട്ടിലേക്കുള്ള ഓസാണത്. അതിൽ നിന്നാണ് അവൻ ടാപ്പ് ചെയ്തെടുക്കണത്. അതവര് സ്ഥിരമായിട്ട് എടുത്തോണ്ടിരിക്കും. ഞാൻ ആലോചിച്ച് നോക്കിയാടാ, ഒരു അത്യാവശ്യത്തിന് വെള്ളത്തിന് വേണ്ടി ഇരിക്കുമ്പോ ഈ പണി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടി വീട്ടില് അന്വേഷിച്ചിരിക്കുകയാണ് വെള്ളം വേണമെന്ന്. ആ സമയത്ത് ഈ പരിപാടി വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണാടാ. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ കാണാനുള്ള വ്യൂ നോക്ക്. എനിക്ക് ഇവിടുത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടാ. നമുക്ക് ഇതുവരെ ഞാൻ ക്യാമ്പ് ചെയ്തതില്, ഞാനല്ല നമ്മൾ ക്യാമ്പ് ചെയ്തതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. ഇവിടെ നിന്നുള്ള വ്യൂ മോനെ. മരണമാസ് പറഞ്ഞ കൊല്ലം മാസ് പ്രകൃതിയൊക്കെ ഇല്ലേ. വേണോ? ഓ നല്ല തണുവിട്ട വെള്ളത്തിന്. മലയുടെ മുകളിൽ വന്നുകൊണ്ടാന്ന് തോന്നുന്നു. ഒടുക്കത്തെ തണുവ് വെള്ളത്തിന്. മോനെ തിരിക്കടാ. ഇത് കറക്റ്റാ, വെക്കി. ടാപ്പ് തുറന്നിട്ട് ജലമൂല്യമാണ്, പഴക്കം വെള്ളം. അങ്ങനെ നമ്മുടെ എന്താണ് തീരാത്തെ അക്ഷയ പാത്രോ? പിന്നെ ഇതൊക്കെയാണ് കറക്റ്റായി. എന്ത് ഭംഗിയല്ലേ കാണാൻ. താഴത്തൊക്കെ നോക്കിയിടാ, മേഘമൊക്കെ മഞ്ഞ് വരൂലേ, ശരിക്കും മഞ്ഞ് ഒഴുകണ പോലെ. താഴത്ത് കണ്ട നല്ല രസമല്ലേ കാണാൻ പറ്റുന്നുണ്ട്. അത് നല്ല രസമല്ലേ അവിടെ. മക്കളെ എടാ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കണ്ടേ? പരിപാടികൾ നോക്ക്. വീണ്ടും കോട ഉണ്ടാക്കണ്ടേ? എടാ മിച്ചർ തിന്ന് രാത്രി നിനക്ക് വിശക്കണം എന്ന് പറഞ്ഞ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ വാ, സാധനമൊക്കെ സെറ്റ്. ഓംലെറ്റാ? ഇന്ന് ഓംലെറ്റ് ബുൾസൈ മുട്ട ഉണ്ടായിന്.
കാടമുട്ട ഓംലെറ്റാ. അത് കുഴപ്പമില്ല, സെറ്റാക്കാം നമുക്ക്. അല്ല ആ ഓറഞ്ച് ബക്കറ്റോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഗ്യാസ് എടുത്തിട്ടുണ്ടാ? ആ ഗ്യാസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇന്ന് എല്ലാവർക്കും പച്ചമുട്ട ഞാൻ കൊടുക്കും ഓരോന്ന്. ആ ഇതിൽ കുറെ സാധനം ഉണ്ടല്ലോ. ആ ബ്യൂട്ടൈൻ ഗ്യാസ് അടിക്കണ. ആ മതി, അങ്ങനെ ഇരിക്കട്ടെ. പറക്കോന്ന് പറഞ്ഞൂടാ. നീ കടിക്കാന്നാ? പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക് ഒന്നല്ല, ജീവനുള്ളതാണത്. കയ്യാണിക്ക് ജീവനുണ്ടാ. കടിയിട്ടോ? ജീവനുണ്ടല്ലോ, ഇത്ര നേരം ജീവനുണ്ടായിരുന്നില്ല. ആര് പറഞ്ഞു? ഞാനിവിടെ നേരത്തെ എടുത്ത് വെച്ചതല്ലേ. ദേടാ നോക്കിയടാ, പുള്ളി സാധനം. ഓ കടിക്കോടത്? കടി കിട്ടി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ആ ഗ്രില്ലൂടെയൊക്കെയല്ല തിരിച്ചു. എംഫോട്ടൊക്കെ എൻ്റെ കമ്പനി അവതരിപ്പിക്കുന്ന പുതിയ ക്ലൗഡ് കിച്ചൺ ആണ്. ഇവിടെ മൊത്തം പാത്രങ്ങൾ കണ്ടിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യും. ഒരു സാധനം ഇവിടെ വെക്കാനുണ്ട്, അതുകൂടി കഴിഞ്ഞാൽ ഇത് ഇവിടെ നിറയും സാധനങ്ങൾ. ഇവിടെ ഇട്ട് കൊടുത്തോനെ കത്രികയ്ക്ക്. എന്താ സെറ്റപ്പ്, അടിപൊളി. അങ്ങനെ സെറ്റപ്പുകളൊക്കെ റെഡിയാക്കി നമ്മുടെ ഇന്നത്തെ മെയിൻ ഷെഫ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കിരൺ മച്ചാനെ ഉണ്ടാ. കിരൺ എടാ എന്താ വന്നപ്പോ തന്നെ പാൽച്ചായേ, നീ കട്ടനിടണെന്ന് പറഞ്ഞിട്ട് തകല് നിറച്ചുണ്ടല്ലോ. 5 പേരില്ലേ, ഇയാള് 5 ഗ്ലാസ് കുടിക്കും. പിന്നെ എന്തിട്ടാ നമ്മൾ കുടിക്കാൻ ചായ ഉണ്ടാക്കാൻ നമ്മൾ കുളിക്കാൻ ചായ ഉണ്ടാക്കടാ. അതെ, നല്ല പാലൊക്കെ തിളപ്പിച്ചെടുക്കും. ഇപ്പൊ പാൽ തിളച്ചു വരട്ടെ. ഇന്ന് പാൽ കാപ്പിയാണോ പാൽ ചായണോ? പാൽ കോഫി. അപ്പൊ പാൽ ചായ നമ്മൾ തുടങ്ങും. പിന്നെ ഇന്ന് വെറൈറ്റി സാധനങ്ങൾ കേട്ടോ. ഇന്ന് ചിക്കൻ നഗറ്റ്സ്, ചിക്കൻ സ്ട്രിപ്സ്, ചപ്പാത്തി ചുട്ടത്, പിന്നെ എന്തിനാ ഉള്ളേ? അതില്ല, അത് പോയാ കറക്റ്റ് മൂടിട്ടെ. ഞാൻ അതേടാ അവിടെ നിന്ന് കോട ഇറങ്ങണ്ട. കോട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ മൂട് മൊത്തത്തിൽ മാറും. ഇപ്പൊ ചെറുതായിട്ട് ഇവിടെ കോട എത്തി. അപ്പൊ ഇന്ന് കിടക്കാനായിട്ട് ഇവിടെ ഒരാൾക്ക് കിടക്കാം, ഇവിടെ ഒരാൾക്ക് കിടക്കാം, ഒരാൾക്ക് മുകളില്, 2 പേർക്ക് മുകളിൽ കിടക്കാം. അപ്പൊ മൊത്തത്തിൽ 4 പേരുണ്ട്. ചിലപ്പോ ഒരു അതിഥി കൂടി വരും, ഉറപ്പില്ല. വരണേ കാട്ടിത്തരാം. പെട്ടെന്ന് പ്ലാൻ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ബൂസ്റ്റ് ഉണ്ട്. ബൂസ്റ്റ് പറയണേ, നിനക്ക് ബൂസ്റ്റ് വേണോ കാപ്പി വേണോ? ഉറപ്പിക്കണം. ബൂസ്റ്റ് മതി. ഇല്ല കാപ്പി. ചേട്ടാ പഞ്ചസാര ഇടൂ ശരിക്ക് ബൂസ്റ്റില്. മധുരം വേണം, മധുരം കൊണ്ട് എന്താ? ആ ബൂസ്റ്റിന്റെ വേണം. ബൂസ്റ്റിന് സ്റ്റൗവൊക്കെ സാധാരണ സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്യാറുണ്ട് പതിവ്. ഇപ്പൊ സ്റ്റൗവൊക്കെ നഷ്ടം 2000. തുടക്കം ഐശ്വര്യത്തിൽ നിന്ന് ആരംഭിക്കുന്നു. മധുരമില്ലാത്ത അതെന്താ ഞങ്ങൾക്കൊക്കെ മധുരം, നിനക്ക് മധുരമില്ലാത്തത്? നിങ്ങൾക്ക് ഷുഗർ ആണോന്നല്ല പറഞ്ഞേ. പകുതി ചോർന്ന് വെള്ളടാ പാല്. നീ അവിടെ വെച്ചിട്ട് ചോദിച്ചാ മതി. ഓ ഇതേ ബൂസ്റ്റ് ഇട്ടാ, ബൂസ്റ്റ് ഇട്ടാ. ഇതാക്കി തരാം. ഒരു 1 ഗ്ലാസ് എടുത്തേ. കിരണേ പ്രാക്ടീസ് ചെയ്യടാ ജർമ്മനി പോകുമ്പോ ചായ അടിക്കാനായിട്ട്. അവിടെ ചായക്കട തുടങ്ങണമെന്നാണ് അവന്റെ വലിയ ആഗ്രഹം. ജർമ്മനിയിലെ ചായക്കട. ആ മതി മതി, എന്റെ സെറ്റായി. ഓ തണവായി തുടങ്ങിട്ടെ. ഇവിടെ തണവ് ഇറങ്ങി തുടങ്ങി. ആയ് നല്ല ചൂടാ, ഒന്ന് ആറ്റിയിടുക. ഓ അമ്പ ഇടയിൽ പഞ്ചസാര ഇളകിയിട്ടില്ലട്ടാ. പഞ്ചസാര ഒന്നുകൂടി ഇളക്കണം. ഏ നല്ലോണം ഇളകട്ടെ. പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പതപ്പിച്ച ബൂസ്റ്റ്. ആ പശ ബൂസ്റ്റ് കുടിക്കടാ. ആയ് ഉയരം കൂടുമ്പോ കാപ്പി ഹോർലിക്സ് ബൂസ്റ്റ് ഇല്ല. ആകെ ഒരു ഡയലോഗാണ് അവര് പറഞ്ഞു കൊടുത്തത്. അത് തെറ്റിച്ച് ഹോർലിക്സ് ബൂസ്റ്റ് ഇല്ല. ഉയരം കൂടേ ഒരേ ഒരു ഡയലോഗ് അവന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ പറയാനായിട്ട്. അത് തെറ്റിച്ച് പറഞ്ഞു. ഉയരം കൂടുമ്പോ ബൂസ്റ്റിന്റെ ഹോർലിക്സിന്റെ കാപ്പി പറയും. പക്ഷെ ഇവിടുന്ന് രസാട്ടാപ്പാ. തണവായി, നല്ല തണവായി. നല്ല തണവ്. തണവ് രക്ഷയില്ല. വെട്ടമൊക്കെ ഒന്ന് താന്നു തുടങ്ങിയത്. അവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്.
ഇവിടെ കാട്ടുപന്നി കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലം ഉണ്ടാ. ഇവിടെയൊക്കെ വന്ന് കുത്തി കാട്ടുപന്നിയൊക്കെ മറച്ചിട്ട വഴിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. രാത്രി ഇവിടെ കാട്ടുപന്നിയൊക്കെ വരണം, ഞാൻ കാട്ടിത്തരാം. പ്രവേ കോടയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ രസമായിരിക്കുള്ളൂ കേട്ടാ. അവിടെയൊക്കെ ഉണ്ടാ ശരിക്കും അത് വിളിക്കാം. കോട ഇങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വരും മുകളിലേക്ക്. കീര കഴിഞ്ഞില്ലേ ലൈറ്റിങ്? 2 വർഷത്തെ സേവന പാരമ്പര്യവും എംഫോടെക്കിന്റെ എക്സ്പീരിയൻസ്ഡ് വൈറുകറുമായ കിരൺ ഇപ്പൊ ലൈറ്റ് എത്തിക്കും. ഓണാക്കിക്കോ. അതും ഫോണിലെ ആപ്പൊക്കെ വെച്ചിട്ടുണ്ടാ. എന്നിട്ട് നീയാണല്ലോ ഓണാക്കിയത്. ഇനി ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളില്. ഓ മോനെ കലക്കി ദേടാ കിര ദേ അവന്റെ മുഖം നോക്കി സന്തോഷം. എങ്ങനെയുണ്ട്? വണ്ടി എത്തിക്കാന്നാ. അപ്പൊ ഈ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഉള്ളിൽ രാത്രി ഇങ്ങനെ ഇട്ടിട്ടാണ് നമുക്ക് കിടന്നുറങ്ങാൻ പോണേ. ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റരുത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മിന്നി നിൽക്കണം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടി വിയിൽ കളിയൊക്കെ ഇടൂട്ടാ. എനിക്ക് കാടമുട്ട ഫ്രൈ കഴിക്കാൻ ഇഷ്ടമാണ്. ആർക്കാ കാടമുട്ട വേണം? എല്ലാവർക്കും വേണോ? അപ്പം അടുത്ത നമ്മൾ കാടമുട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഓ തീട്ടിട്ടുണ്ട്. അടുത്ത് കഴുകി വെച്ചാണ് ഇപ്പം അതിനൊക്കെ അല്ലല്ല കഴുകിയിട്ടില്ലേ? ശേ എന്തായാലും നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മളൊന്ന് ചെറുതായിട്ട് വൃത്തിയാക്കണം, അത്രേ ഉള്ളൂ. കാടമുട്ട ബുൾസൈ ഉണ്ട്. കാടമുട്ടയുടെ ബുൾസൈ കഴിയാണാ? എന്നെ കൊണ്ട് പ്രാവശ്യം കൂടി കഴിച്ചില്ലടാ നീ. അത് പൊട്ടിച്ചോ. അത് വെള്ളം കഴുകിയതാ. പൊട്ടിച്ചോ. ഏട്ടിന് തോളിട്ടുണ്ടായില്ലടാ. ശേ സാധനത്തിന് തോളിടാൻ മറന്നുപോയി. പക്ഷെ അത് മുട്ട വറക്കുമില്ലേ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ എനിക്കൊരു ഡബിൾ ബുൾസൈ. എല്ലാവർക്കും 6 ബുൾസൈ ആണ്. 6 ബുൾസൈ. പ്രവിക്ക് വേണ്ടല്ലോ ബുൾസൈ? എനിക്ക് ബുൾസൈ ഇല്ല. വേഗം പൊട്ടിക്കിടും. പൊട്ടിക്കിടും. ആയ് തൊണ്ടിനകത്തിട്ടോ. വേഗം ഇടും. കരിയോ അല്ലെങ്കിൽ ഇപ്പൊ മോന് പൊട്ടിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ പൊട്ടിച്ചു. എനിക്ക് ഡബിൾ അല്ലേ വേണമെന്ന് പറഞ്ഞേ. പക്ഷെ ഞാൻ 6 ബുൾ ഉണ്ടാക്കിയത്. എടാ ഇത് മറ്റേ കോഴിമുട്ട പൊട്ടിക്കണ പോലെ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റൂല. ഇതിന് ഇതിൻ്റെതായ രീതിയുണ്ട്. എടാ സോൾട്ടും പെപ്പറും കൊണ്ടുവന്നിട്ടുണ്ടാ? കുരുമുളകുണ്ട്. പെപ്പറല്ല കുരുമുളകാണ് പെപ്പർ. എനിക്കറിയാം, ഞാൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്തല്ലേ. എൻ്റെ അത്ര ബുദ്ധി എന്നാന്നറിയാം. നേരത്തെ പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പം നമുക്ക് എളുപ്പമായില്ലേ. വാവ് ഇതേടാ 2 ഓടി കയറ്റാട്ടാ. 2 കൂടി ഉണ്ട്. ഓ ഇന്ന് നമ്മള് ഇന്റർനാഷണൽ ബുൾസൈ ഓഫ് ദി ഇയർ ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ണി എത്ര ഉണ്ട് നിന്നെയൊക്കെ? അപ്പൊ എത്ര മുട്ട ഉണ്ടെന്ന് അറിയാന്നല്ലേ? നിറച്ചിട്ടുണ്ട്. ഇനി ഇവനൊന്ന് സെറ്റ് ആവട്ടെ, വെന്ത് സെറ്റ് ആവട്ടെ. നമ്മുടെ ബിഗ് ബുൾസൈക്കുള്ള സാധനം എന്തേ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ മാൻ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ബുൾസൈ ഉണ്ടാക്കുന്നത്. മോനെ പ്രവീണേ, നിനക്ക് ഇതിന് എത്ര മുട്ട വേണം ഇപ്പൊ പറ? 3 മതി. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിന്റെ പരിപാടികൾ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബുൾസൈ എന്നാണ്. ഞാനിത് ഇപ്പൊ ഇങ്ങനെ ടോസ്റ്റ് ചെയ്യട്ടെ. റെഡി? ഏടാ ഇല്ല ഉണ്ണി മറക്കരിഞ്ഞില്ലേ? ഉണ്ണൊന്നും കരിയൂല. മറച്ചിട്ടുണ്ടായിരുന്നു. മറച്ചിട്ടിട്ടില്ലേ? നമ്മ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് ഇങ്ങനെ വയ്ക്കും. മോനെ മറച്ചില്ലേ? എടാ ഇത് വേവണം ശരിക്കും. എടാ കുരുമുളകും പെപ്പറും എടുക്ക്. അപ്പൊ നമ്മുടെ മുട്ടയിലേക്ക് കുരുമുളക് എടുക്കാൻ മറന്ന കാരണം ഉപ്പ് മാത്രം ഇട്ടാണ്. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ എടാ കുരുമുളക് എടുക്കണം. കടയിൽ പോയേ. പിന്നെ ആരാണ് പോയത്? ബായ്. അവരതുകൊണ്ടാണ് പച്ചക്കറി പാത്രം ഇതൊക്കെ എടുക്കാൻ മറന്നുപോയെ. ഇനി എല്ലാവർക്കും ഞാൻ മുട്ട സെറ്റ് ആക്കി തരാം. എപ്പോഴാണ് വേണ്ട ബിഗ് ബുൾസൈ മുറിക്കാണ്. എല്ലാവർക്കും ഞാൻ ഈക്വലായിട്ട് തരും കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ തല്ലുണ്ടാവും. ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇടിയായിരിക്കുള്ളൂ ഇവിടെ. കഴി ഞം ഇവിടെ ലൈറ്റും പിടിച്ചിട്ടുണ്ടായിരുന്നല്ല. വലുത് കഴിച്ചോ നീ? ചൂടാ? ചൂടൊന്നുമില്ല, ചൂടൊക്കെ പോയി. കഴിക്ക്, ടേസ്റ്റ് ആവട്ടെ. ആയ് എവിടെ ഇലക്ട്രീഷ്യൻ? വർഷങ്ങളായി ഞങ്ങളുടെ ഇലക്ട്രീഷ്യൻ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കിരൺ മോൻ്റെ ബുൾസൈ ആണ്. കാടമുട്ട ബുൾസൈ. എങ്ങനെയുണ്ട്? ഉപ്പില്ലെന്നാ ഒരു ലോഡ് ഉപ്പാണ് ഞാൻ ഇട്ടത്. ടേസ്റ്റ് ഉണ്ട്.
പക്ഷെ നമ്മടെ കോഴിമുട്ട ബുൾസൈ അടിക്കണ പോലെ അല്ല കേട്ടാ. ഇത് വ്യത്യാസമുണ്ട്. അങ്ങനെ കോഴിമുട്ട കഴിച്ചാൽ പോരെ. അപ്പം നിന്നെ കാടമുട്ട വാങ്ങിച്ചേ. ശരിയാണ് വാ. ഇനി കുറച്ചേരത്തേക്ക് ഫുഡൊന്നുമില്ല. ഇലക്ട്രീഷ്യൻ വന്നപ്പോൾ തുടങ്ങി ലൈറ്റ് ശരിയാക്കാൻ തറ. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അകത്തായില്ലേ? ഇലക്ട്രീഷ്യ അല്ല നടക്കോ? ഇപ്പൊ തുടങ്ങിയുള്ളൂ. ഇന്ന് കത്തിയിരിക്കോടാ. വയറൊക്കെ എടുത്ത് കാലുമൊക്കെ ചുറ്റി വയ്ക്കുന്നുണ്ട്. ആ കാലിൻ്റെ അടുത്ത് വയറൊക്കെ മാറ്റി കരിയോ അല്ലെങ്കിൽ. ഇല്ല, ഇനി ബാറ്ററി കൊടുത്തല്ല. പരിപാടി നല്ലായിരുന്നില്ലേ? ഞങ്ങളുടെ ഇലക്ട്രീഷ്യൻ അടുത്തതായി വെച്ചിരിക്കുന്ന ലൈറ്റ് കൂടി കത്തിക്കാ. കത്തിച്ചാ ദേനാ സെറ്റപ്പായി. അത്രേ ഉള്ളൂല. ഇലക്ട്രീഷ്യൻ അടുത്ത ലൈറ്റും കത്തിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വേറെ കളർ വെക്കാം. പക്ഷെ ഇത് രസായടാ. ഇത് മതി. ഇത് ഭംഗിയുണ്ട്. വെറൈറ്റി വിത്ത് സൂപ്പർ തന്നെ. വേറെ ഒന്നുമില്ല. ഇതുള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് വൈകിട്ടില്ലേ പൊരിച്ച ചപ്പാത്തിയും മീൻകറി ഉണ്ടോ? ഷെഫ് വെക്കും. ആ ദേ ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ കേട്ടോ. ചിക്കൻ സ്ട്രിപ്സ്, കിരൺ നഗറ്റ്സ്. എടാ സോസ് ഉണ്ടോ നഗറ്റ്സിന്? സോസ് ഉണ്ട്, അതിലുണ്ട്. സോസ് എവിടെ? അതും വാങ്ങിയില്ലേ? അപ്പൊ പോയി. അപ്പൊ അതില്ല. അപ്പൊ ഇന്ന് നഗറ്റ്സ് ചുട്ടത് മാത്രം. പിന്നെ ചപ്പാത്തിന്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് ഉരുട്ടി പിടിക്കാം. ചിക്കൻ ചുട്ടതും ഉണ്ടാവും കേട്ടോ. ഇലക്ട്രീഷ്യൻ കം ഷെഫ് ഉണ്ടോ നമ്മുടെ കിരൺ? എല്ലാവിധ. നാളെ കാലത്ത് എല്ലാവരും ഒരു കുപ്പി എടുത്തിട്ട് പോണാണോ പറമ്പിലേക്ക്? ഗ്യാരണ്ടി. എന്ത് ഗ്യാരണ്ടി? കുപ്പിടുത്ത് പറമ്പിലേക്ക് പോണത് ഗ്യാരണ്ടി? ഞാനാണ് മാപ്പിളൊക്കെ കഴിക്കും. അതെന്തിട്ടാണ് മസാല? അത് മതി, 2 മതി. സ്പെഷ്യൽ മസാല സ്പൈസി യമ്മി. സോസ് വേണോ? സോസ് അല്ല, അത് ഡെറ്റോൾ കൈ ഹാൻഡ് വാഷാ. എടാ തേങ്ങയുടെ പടമൊക്കെ ഉണ്ടല്ലോ. അത് ഹാൻഡ് വാഷാ. വായ മണക്കൂട്ടാ. തണവടാ. പുതപ്പൊന്നും ഉണ്ടെന്നല്ല മോനെ എന്നിട്ട് എന്നിട്ടാ വിശക്കണ്. ഇപ്പൊ തന്നെയാണ് മുട്ട ഓർത്ത് തന്നേ. അത് കൊറേ നേരമായില്ലേ സ്റ്റാർട്ടർ ഉണ്ടാക്കി തരട്ടെ. മിൽക്ക് ഞാൻ വെറൈറ്റി സാധനം ഉണ്ടാക്കി തരാം. നേരത്തെ വെറൈറ്റി കണ്ടതാ. ഈ തവണ വെറൈറ്റി സാധനം. വെറൈറ്റി പ്രിയണേ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ഐറ്റം ആണ്. വാ, ഇന്ന് ഉണ്ടാക്കാൻ പോണ സാധനം ഇല്ലേ, നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ഐറ്റം ഉണ്ടാ. ഇല്ല പോളി സാധനം ഉണ്ടാക്കാൻ പോണ്. ഇത് കഴുകി വെച്ചാണല്ലേ പാത്രം? അതെ, സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ കടയുണ്ടാ. ഇല്ല ഇതിപ്പോ ഉണ്ടാക്കാൻ പോണത് വെറൈറ്റി സാധനം പറഞ്ഞാൽ ഇന്റർനാഷണൽ വെറൈറ്റി സാധനം. ഇല്ല നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ പോണത്. നിങ്ങ കഴിച്ചിട്ടില്ലല്ലോ നിങ്ങ. എടാ മോനെ ഈ സാധനം എടേ മണ്ട. എടാ ഇത് ഇന്റർനാഷണൽ കുസീനിലുള്ള സാധനമാണ്. ഈ പാത്രത്തിലല്ല ഇത് ഉണ്ടാക്കണ്ടേ. എടാ ഇത് ഇന്റർനാഷണൽ കുസീനിൽ പെടുന്നതാടാ. അവിടെ അതൊക്കെ ഇതാ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ. ഇത് ഇന്റർനാഷണൽ കുസീന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇച്ചിരി മൈദ കൂടി വേണ്ടതായിരുന്നു. പൊറോട്ട അടിക്കാനല്ല. എടാ നിങ്ങ നാടൻ ഫുഡുകൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. നിങ്ങ നാടൻ ഫുഡ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഒരു പാത്രം എടുത്തവനെ. എടാ ഒന്ന് എന്റെ ക്രിയേറ്റിവിറ്റിനെ വളരെ സമ്മതിക്കും നിങ്ങള്. നീ ഉണ്ടാക്കണ്ട. നീ അന്ന് ബിരിയാണി ഉണ്ടാക്കിട്ട് തിന്നത്തെ 2 ദിവസമാണ്. 2 ദിവസം 2 ദിവസമാണ് മനുഷ്യൻ. ഞാൻ അവസാനം വിചാരിച്ച ഒരു പായം കിടക്കെടുത്തിട്ട് നേരെ ടോയ്ലറ്റിൽ പോയി കിടന്നാലാന്ന്. ആ അവസ്ഥ എത്തി. പിന്നെ അറ്റാച്ചഡ് ബാത്റൂം ആയതുകൊണ്ട് അതിന്റെ ആവശ്യം വന്നില്ല. ഉപ്പാവാം. അധികം ദൂരമില്ലാത്തോണ്ട് എളുപ്പമാണ്. പിടിച്ചേ ആ നൂഡിൽസ് പൊട്ടിച്ചെന്ന മോനെ. എടാ പൊട്ടിക്ക് നീ. നൂഡിൽസ് എടുക്ക. നൂഡിൽസ് ഞാനും കഴിക്കും. നീ എടുക്കത്. ഞാൻ ഉണ്ടാക്കി തരാൻ പോണ ഐറ്റം നിങ്ങൾ ഞെട്ട്. ഇവർക്കൊന്നും എന്റെ ഒരു കുക്കിങ്ങിൽ വിശ്വാസമില്ല. നൂഡിൽസ് കൊടുത്താൽ മതി. അതന്നെ എടുക്ക്. സാധനം എടുക്ക്. എടാ അമ്മരെ എന്നെ വിശ്വാസമില്ലടാ. എന്നെ വിശ്വാസമില്ല.
അവസാനം കുറച്ചുകൂടി തരാം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വരട്ടാ. ഇങ്ങനെ തുടക്കത്തിൽ നിരുത്സാഹോടാ, തുടക്കത്തിൽ നിരുത്സാഹം. നീ നിനക്ക് അതിനുള്ള കഴിവില്ല, നീ കഴിവില്ലാത്തവനാ. ഇത്ര നാള് ഞാൻ ഉണ്ടാക്കി തന്നെ ഷെഫ് ഇറങ്ങി പോന്നാട്ടാ. ഇത്ര നാള് നീയൊക്കെ തിന്നറിഞ്ഞ ഞാൻ ഉണ്ടാക്കി തന്നതാണ്. വെള്ളം, ഇതൊക്കെ ദൈവം നിങ്ങളോട് ചോദിക്കൂടാ. ഇപ്പൊ പുതിയ ഷെഫിനെ കിട്ടിയപ്പോ നമ്മളെ വേണ്ടെന്ന്. പക്ഷേ മീനൊക്കെ വറക്കണത് അടിപൊളിയാണ് ട്ടാ. വാടാ നീയൊക്കെ വരും. ഇച്ചിരി പെപ്പർ വേണമായിരുന്നു. ഓ ഇത് തിളച്ച് വരുമ്പോ മോനെ ഇതൊരു വരും, അരോമ വരും, അരോമ. ഒന്ന് നീ വേവാൻ വെക്കണം. പുതിയത് മേടിച്ചതാണിത്. സാധനം ഉണ്ടാവില്ല, 8 പീസ് ഉള്ളൂ. ആ ഇളക്ക് ബാക്കി വറക്കണ്ടാവില്ല. ആ ഇത് മറ്റേ സാധനം സേമിയോ. നോക്കിയേ, ഇത് പാൽ പായസം. സേമിയോ പോലെ ഉണ്ട്. മോനെ. സേമിയോ വലിയ സേമിയോ അല്ല, ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരി കൂടില്ല. കറക്റ്റ് പായസം. സെറ്റായിണ്ട്. പാത്രം എടുക്ക്. കിണ്ണം. ഞാൻ ഉണ്ടാക്കുന്ന സാധനം എല്ലാവരും ടേസ്റ്റ് ചെയ്യണം. എല്ലാവരും കഴിക്കണം, നിർബന്ധമാണ് അത്. നീ ഉണ്ടാക്കിയാലും എല്ലാരും കഴിക്കണം. എന്നാ അടുത്തത് ഞാൻ ഉണ്ടാക്കാം. വാവ്, തൂവട്ടെ മുകളില് സീസണിങ് ചെയ്യട്ടെ. പൊടിക്കിടാൻ പാടുള്ളൂട്ടാ. മതി. ഫ്ലേവർ മതിടാ, തണുക്കട്ടെ ഒന്ന്. ചൂടുണ്ടാവില്ല പിന്നെ. പാത്രം വറക്കാൻ മാത്രം. നീ നഗറ്റ്സ് ആ സാധനത്തില് മുട്ട വറുത്ത സാധനത്തിലിട്ട് വറക്കാന്ന് പറയണത്. ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇളക്കിക്കോ. മുളുങ്ങ്. ടേസ്റ്റ് ഉണ്ട് ട്ടാ. ഞാനൊന്നും പറഞ്ഞില്ല. അവിടെ ഒരു സ്പൂൺ എടുത്താ. അതെ, ഷെഫുമാരെ കുറ്റം പറയാൻ നിൽക്കരുത്. ഷെഫുമാര് പകുതി പോവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ടോപ്പിങ്സ് വേണം. ഒളിഞ്ഞു വന്ന് തിന്നണ്. അവന് കുറ്റം പറഞ്ഞു. നമ്മുടെ ചിക്കൻ്റെ സുനാപ്പിളിയാണ്. കാറ്റ് പോലെ എങ്ങോട്ട കടല് പോ. വാവ് കണ്ട നമ്മുടെ ചിക്കൻ കയ്യിൽ കിടന്നിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിത് നേരെ നൂഡിൽസിൻ്റെ മുകളിലേക്ക് തട്ടണം. എണ്ണയില്ല, ഓൺലി ചിക്കൻ പാപ്പം. അതിന് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാം. കം ഓൺ ഗായ്സ്, ഒരു പ്ലേറ്റ് എടുത്തോ അവനെ അടിയിൽ വയ്ക്കാൻ. അല്ല, സ്പൂൺ വേണ്ടേ? 2 സ്പൂൺ കൂടി മതിയാ? അണ്ണാമനുണ്ട്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കട്ടെ വീട്ടിലെങ്ങനെ. അല്ലെങ്കിൽ അതെ, ആരെങ്കിലും ചെയ്യണ പണിയാണോ പാലില് നൂഡിൽസ് ഇടുന്നത്? പാലില് നൂഡിൽസ് അല്ല, ഉപ്പിട്ട്. അവിടെയാണ് നമുക്ക് ഡൗട്ട് വന്നത്. പക്ഷെ ഉപ്പിട്ടാ ശരിക്കും? പക്ഷെ ഇത് കൊള്ളാട്ടാ. സ്ഥിരം ബുദ്ധിട്ട് അടിക്കണതാ. കഴുകാൻ പോയത് കഴിക്കണ്ട. ആർക്കും നഷ്ടം. അപ്പൊ ഇനിയുള്ള കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പോണത് ഇപ്പൊ പാത്രം കഴുകാൻ പോയിരിക്കുന്ന മാസ്റ്റർ ഷെഫിലെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. കിരണാണ്. പണിയെടുക്കാൻ അവസരം. കിരൺ ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കി തരും, ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കി തരും, ചിക്കൻ സ്ട്രിപ്സ് വറുത്ത് തരും, എല്ലാം ഉണ്ടാക്കി തരും കിരൺ. നമ്മ കണ്ടിരുന്നാ മതി. അത് തന്നെ ഒന്ന് കഴിയാം. ഒറ്റയ്ക്ക് പാത്രം കഴുകുന്നു, ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ പോകുന്നു. അയ്യോ, അവനെന്താ ടോർച്ചും കുപ്പിയൊക്കെ എടുത്തു പോണേ. അടുത്ത നമ്മൾ ഡിന്നർ കുക്ക് ചെയ്യാൻ പോണേ. പുക. അടുപ്പിന് ചെരിവുണ്ട്. സെറ്റാക്കാം. എണ്ണ ചൂടാവട്ടെ. വറുത്തിട്ട് വറവാന്ന് ഞാൻ നോക്കാട്ടാ.
അമ്പോ ഇത് വേണോ ആ കുറച്ച് വലിയെടുത്ത് കിട്ടാ. ഫസ്റ്റ് റൗണ്ട് ഒരു 5-6 പിടിക്കാം. അല്ല വറുത്തിട്ട് ഇടാനായിട്ട് പ്ലേറ്റ് വേണ്ടേ? ആ അതൊക്കെ ഇവിടെ സെറ്റാണ്. മീൻകറിക്കുള്ള പരിപാടിയാ. മീൻകറി കേറില്ലടാ. മറിച്ചിട് അതന്നെ. തിരിച്ചിട് മറിച്ചിട്. നഗറ്റ്സ് മീൻകറി. ആ മറ്റേ സാധനം മേടിച്ചിട്ടുണ്ട്. നല്ല മണമിണ്ടാ. പോയി ഇല്ല കൊതി വെന്തത് എടാ വേവാനുണ്ടോ ഇനി ഏത്? മുരിയൂടാ മൊരിയൂന്നാ മൊരിഞ്ഞുണ്ട്. ഒരു ഇത് തന്നെ ക്രിസ്പി ക്രിസ്മസ് ഒന്നുമില്ല ക്രിസ്പി തിന്നു നോക്കിട്ട് പറയാം. ക്രിസ്മസ് ഒന്നുമില്ല ക്രിസ്മസ് ഒന്നുമില്ല. കളയല്ലേ ഭൗമിക്ക് ഇപ്പൊ തീർന്നല്ലേ. ഞാൻ എണ്ണയപ്പാടി കുടിച്ചാണ് എണ്ണയപ്പാടി കുടിച്ചാണ് തൊണ്ട പാത്രം ചൂടാക്കി കിര ഇതിൽ എണ്ണ ഒഴിക്കണ ഇതിലുണ്ടാക്കാൻ പോണേ ഇതില് ഫുള്ളായിട്ട് മുക്കി പൊരിക്കാൻ എന്നിട്ട് ചിക്കനാ നഗറ്റ്സ് മതി. അടിപൊളി സാധനം. സ്ഥിരം കേട്ട പെങ്കുച്ചിന്റെ ഭാഗ്യേ പെങ്കൊച്ചിന്റെ ഭാഗ്യം. നല്ല അടിപൊളി ഷെഫാണ് ട്ടോ. ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം, ചപ്പാത്തി വറക്കാൻ അറിയാം, മുട്ട വറക്കാൻ അറിയാം, നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാം, ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം, എല്ലാം ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെ ചിക്കൻ നഗറ്റ്സ് ഒക്കെ വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ അടുത്തൊന്നിട്ടാ അവിടെ സ്ട്രിപ്സ് ഞാൻ പണിയെടുക്കായിരുന്നു. ഞാൻ ചപ്പാത്തി. അതിന് വേണ്ടിയല്ലേ നീ പോയത്. നഗറ്റ്സ് കഴിച്ച് തീരാതായി ഞങ്ങൾ. അങ്ങനെ നമ്മുടെ വിഭവസമൃദ്ധമായ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. മോനെ 2 ചപ്പാത്തി ഇട്ടടാ. ആയി ഇനി ഇതിലേക്ക് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ നഗറ്റ്സും ചിക്കൻ പൊരിച്ചതൊക്കെ ഇങ്ങനെ വെക്കാം. ആയി നിന്റെ സ്പ്രെഡാണ്. മീൻകറിയല്ല, മീൻ സ്പ്രെഡ്. അത് നിങ്ങളമ്മ എടുത്തിട്ട് ഇങ്ങനെ. ഓ മോനെ മീൻകറി നമ്മുടെ വീട്ടിലൊക്കെ വെക്കൂലേ, മീൻ വർമ്മ അങ്ങനെയൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ കഴിച്ചു നോക്കി, ഒന്നിനും കൊള്ളില്ലാത്ത മീൻ. പക്ഷെ ഇതിലേ മീൻ പീസുമില്ല, ചാറും പോരാ. മുളകാണോ വെറുതെ? ചിക്കൻ സൂപ്പറാ. മീൻചാറുണ്ടേ എഡ്വിന് മനസ്സിലായി പന്തിയാടാവും. പക്ഷേ ചപ്പാത്തിയും ചിക്കനും സൂപ്പറാ. എരിവ് ലേശം കൂടുതലാ. മീൻ മാത്രമില്ല. പുളി ഉണ്ടായിരുന്നു. നീ കഴിച്ചില്ല? നീ കഴിച്ചാ? ആക്ച്വലി ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നേക്കല്ല, നമ്മൾ മലമണ്ടയിൽ നമ്മളിങ്ങനെ പ്രകൃതിനെ ആസ്വദിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മളിതുവരെ വരാത്ത സ്ഥലമാണ്. കാട്ടുപന്നികളൊക്കെ വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. എടാ നിങ്ങൾ അവിടെ സെറ്റ് അല്ലേ 2 പേര്? ഇല്ല, മുകളിൽ ഞാനും പറയണം. പാടാ നമുക്ക് മുകളിൽ ഏണിയൊക്കെ ഉണ്ടായിരുന്നല്ല. അതൊക്കെ പോയി. കുഴപ്പമില്ല, ഞാൻ ഇതിൽ കൂടെ കയറിക്കോളാം. ഒടിയൊന്നുമില്ല. പ്രയോജനമില്ലടാ. വായോ. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് അവിടെ ഇരുന്നോടാ, ഞാൻ വീഴില്ലടാ. ആയ് പ്രവീണേ വാ മോളിക്കെടുക്ക. അങ്ങനെ മോളിൽ കയറി വന്നിട്ടുണ്ട് പ്രവീൺ മച്ചാനും. ഞാനും പ്രവീൺ മച്ചാനും ഒരുമിച്ചൊക്കെ എടുക്കുന്നേ. പ്രവീണേ അയ്യോ, ഇവിടെ നോക്കുമ്പോ താഴെ മരം, കൊല, കൊക്ക, ഒരുത്തനും ഇവിടെ കിടക്കുന്നുണ്ട്. ഉള്ളിൽ 2 കിടക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഹായ് ഹായ്. അപ്പോൾ അവിടെ 2 കിടക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്നെ കാണാനില്ല. ലൈറ്റ് പിടിക്കാതെ. പ്രവീൺ മച്ചാനും ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ്. കയറിക്കോ, ഉള്ളി കയറിക്കോ. ഇന്ന് പ്രവീൺ മച്ചാനെ കൂടെയാണ് ഞാൻ കിടക്കുന്നത്. അടയ്ക്കണത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാഴ്ചണ്ട് എടുക്കാല്ലേ. മൈക്കൊക്കെ ഊരി വെക്കണം. അപ്പോൾ സംഭവം സെറ്റാണ്. നമ്മളിവിടെ കിടന്നുറങ്ങാൻ പോവാണ്. പ്രവീണേ എന്തെങ്കിലും അവസാനമായിട്ട് പറയാൻ? ശുഭരാത്രി, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്ത് കിടന്നുറങ്ങാണ്. കാലത്ത് നേരത്തെ എണിട്ടിട്ട് വരാട്ടോ. ഓക്കെ. കണ്ട ഇവിടെ നോക്കുമ്പോൾ കണ്ട പുറത്തൊന്നും കാണാനില്ല, പ്രത്യേകിച്ച് ഇരുട്ട് മാത്രം. താഴെ കുഞ്ഞു കുഞ്ഞു വീടുകളുടെ ലൈറ്റ് കാണാൻ പറ്റും. അത് ലൈറ്റ് അടിച്ച് നോക്കണ്. അപ്പോൾ എന്തായാലും ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ശരി, ടാറ്റ. കാലത്ത് കാണാം. അപ്പോൾ മച്ചന്മാരെ ഇത് കാലത്തായി, നേരം വെളുത്തു. നമ്മളിത് ഇറങ്ങി ഇനി അടുത്ത പരിപാടികൾ പിടിക്കുകയാണ്. കാലത്ത് തന്നെ ഒരു ബെഡ് കോഫി വേണം. അപ്പോൾ ബെഡിൽ നിന്ന് ഇറങ്ങി തരണം. ഇനി നമുക്കത് ബെഡ് കോഫി എന്നുള്ള പേര് മാറ്റിയിട്ട് സാധാ കോഫി കുടിക്കാം.
അപ്പോൾ ഈ കാലത്തുള്ള വ്യൂ നോക്കി എന്ത് രസമാണെന്ന് നോക്കി. ഇവിടെയൊക്കെ ഒരു കോടയൊക്കെ ഇങ്ങനെ വരാനായിട്ട് നിൽക്കണു, പക്ഷേ കോടയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് കോട കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ തണുപ്പെന്ന് പറഞ്ഞാൽ അമ്മാതിരി തണുപ്പായിരുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ മച്ചാന്മാരെ നമ്മളുടെ രാത്രി ഉറക്കമൊക്കെ നല്ല രസമായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് കിടന്നപ്പോൾ 3:30 നമ്മൾ ഒരു 6 മണിയൊക്കെയപ്പോഴേക്കും എണീറ്റു. ഇത് ഒരാളിവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, കാട്ടിത്തന്നില്ലല്ല. ഇത് വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ഇപ്പോൾ വന്നതാ. മനുമോനെ എനിക്ക് വാ, നേരം വെളുത്ത്. ആരത് ക്യാമ്പിങ് തുടങ്ങിയപ്പോൾ കണ്ടില്ലല്ലോ. ഇത് എവിടെ നിന്ന് വന്ന്? എന്നിട്ട് വാ. മനുമോൻ നമുക്ക് ശിവകാശിയിൽ പടക്ക ഫാക്ടറി പോയൊക്കെയായിരുന്നു. അവിടെ നിന്നൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. മനുമോനെ വാ, എനിക്ക് പൊട്ടിക്കണ്ടേ? വാ, സാധനം പൊട്ടിക്കുക. മലയിൽ വന്നിട്ട് പടക്കം പൊട്ടിച്ചില്ലെന്ന് വേണ്ട, സാധനം കത്തിച്ച് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. പ്രേണേ തീ കൊടുത്താലോ? തീ കൊടുക്കാ? എന്നിട്ട് വാ മനുമോനെ. അപ്പോൾ അതേ നമ്മുടെ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ചായ ഇല്ല, ചായക്ക് വെച്ച് വെള്ളം. മനുമോനെ കൊടുക്കട്ടെ തീ? ഞാൻ അപ്പൊ കരുതിക്ക് തീ കൊടുക്കണേ. അയ്യോ അമ്മേ, ഓ മോളിപ്പോയി. അപ്പൊ ആദ്യത്തെ ഐറ്റം പൊട്ടിയപ്പോൾ നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ലെങ്കിലും രണ്ടാമത്തെ ഐറ്റം നമ്മൾ വീഡിയോയിൽ പിടിക്കും. ഓ ടടാ, തീ കൊടുത്തിട്ടുണ്ടേ. ഇപ്പൊ എന്തോ ചന്ദൻ തിരിയിരുന്നു. താട്ടെ. മനുമോനെ ഇതാണല്ലോ ശിവകാശി പോയിപ്പോ അവിടെ പടക്ക ഫാക്ടറി കയറിയത്. അപ്പൊ മനുമോൻ ശിവകാശിയിൽ പടക്കങ്ങൾ എങ്ങനെ ഉണ്ടാക്കാന്ന് പഠിക്കാൻ വേണ്ടിട്ട് ശിവകാശി പോയപ്പോ അവര് ഗിഫ്റ്റ് തന്നു വിട്ടാണ് അതൊക്കെ. അപ്പൊ മനുമോന്റെ ചാനലിൽ ശിവകാശി പടക്കങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത് തന്നെ വരും. ശിവകാശി പടക്കങ്ങൾ. എന്താ ചായ അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ചായ ക്ലാസ് വെറുതെ ഇരിക്കുന്നുണ്ട്. ചായ അല്ല, കാപ്പിയല്ലടാ, മധുരട്ടുണ്ടോ? വാവ്. കുറച്ചു നേരം കഴിയുമ്പേ ആ കാർമേഘമൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നല്ല മഴയാവട്ടാ. അപ്പം അതിന് മുമ്പ് നമ്മളിവിടെ കെട്ടിപ്പൂട്ടി പോവും. ചായ കുടി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പിങ് നമ്മളിവിടെ അവസാനിപ്പിക്കും അല്ലേ പ്രവി? എന്താ വെച്ചാലും എന്ന് പറഞ്ഞോളൂ. കാലി ഗ്ലാസ് ഉണ്ടോ അവിടെ? ഊരാൻ കിട്ടണില്ല. എന്താണോടെ ഞാൻ നോക്കി. അപ്പോൾ മച്ചന്മാരെ ഇതേ നല്ല കാപ്പിയൊക്കെ കുടിച്ച് ഇനി നമ്മൾ പാക്കപ്പ് ആവാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതേ മുകളിലത്തെ ടെൻ്റ് അഴിക്കണം, പിന്നെ കുറ്റി അഴിക്കണം, നീർത്തണം, പോകാനുള്ള പരിപാടി നോക്കണം. ഇവിടുത്തെ കാലത്തുള്ള വ്യൂ രക്ഷയില്ല കേട്ടോ. നമ്മൾ വൈകിട്ട് വന്ന പോലത്തെ അല്ല, ഇതൊരു എന്താ പറയുക, വെട്ടം ഇങ്ങനെ കയറി വരാൻ, സൂര്യൻ ഇങ്ങനെ പൊന്താൻ നിൽക്കണ ഒരു ആംബിയൻസ്. പിന്നെ രാത്രി വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, മഴയുടെ ചാറ്റിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വൺ സെറ്റപ്പിലാണ് ഇത്തവണ വന്നത്. അപ്പോൾ ഇതേ പിള്ളേർ സാധനങ്ങളൊക്കെ കഴിച്ച് കയറ്റി തുടങ്ങി. ഫോട്ടോഷൂട്ട് നടക്കുന്നു. ഫോട്ടോ ഒക്കെ കിട്ടിയാ? എന്താണ് അയച്ചു കൊടുക്കാനുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കിരാൻ. അപ്പൊ എന്തായാലും എന്തേ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ മനുമോൻ വന്നപ്പോൾ വൈകിട്ടാ. മനുമോൻ നമ്മളെ പറ്റിച്ചു. മനുമോൻ നമ്മുടെ കൂടെ ക്യാമ്പിങ്ങിന് വരാന്ന് പറഞ്ഞാണ് ശിവകാശിയിൽ പടക്കം ഉണ്ടാക്കാൻ പോയി. വന്നപ്പോൾ വൈകി, വെളുപ്പിന് വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മളെ സോപ്പിടാനായിട്ട് 2 പടക്കമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പൊട്ടിച്ച്. അപ്പോൾ എന്തായാലും എന്തേ ഇന്നത്തെ ഇവിടുത്തെ ക്യാമ്പിംഗ് പരിപാടികൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു ബിഗ് താങ്ക്സ്. മനുമോൻ്റെ പ്ലോട്ടാണ് നമ്മളിന്ന് ക്യാമ്പിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ മനുമോന് ബന്ധപ്പെടേണ്ടതാണ്. പ്ലോട്ടുകൾ വാങ്ങാനും വിൽക്കാനും സമീപിക്കുക. മനു, വില്ലേജ് റിയൽ ലൈഫ് ബൈ മനുക്കുട്ടൻ. ഞാൻ ഇവിടേക്ക് പറഞ്ഞു പോണേ. അപ്പോൾ പരിപാടി എടുത്താ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? ക്യാമ്പിംഗ് ഒക്കെ അടിപൊളിയിരുന്നില്ലേ? മഴയൊക്കെ ഉണ്ടായി. മനുമോന് മാത്രമേ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റില്ല. മഴ അതും മഴയല്ല, അത് കോടയാണ്. മഞ്ഞു ഇടുക്കിക്കാരനായിട്ട് നിങ്ങൾ ഇതൊന്നും പഠിക്കാത്തത് മോശമുണ്ട് കേട്ടോ. അത് കോടയാണ്.
പിന്നെ മഴ വരുന്നു. ഞങ്ങൾ ഇന്നലെ കാലത്തൊടുങ്ങി നോക്കണത് ആ കോണ്ടൊന്നും ഇല്ലെന്ന് അവിടെ നിന്നോടുത്ത് നിന്നിട്ട് ഇടയ്ക്ക് പോന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമായി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്യാമ്പിംഗ് വീഡിയോസ് ഒക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തോളൂട്ടാ. അപ്പോൾ മച്ചാന്മാർ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ക്യാമറമാൻ പ്രവീൺ, അതുപോലെ ടീം M4Tech, പിന്നെ നമ്മുടെ മനുമോൻ്റെ ഒപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.